ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജ് ബിരിയാണിയാണ്. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുത്തു. നെയ്യൊന്ന് മെൽറ്റായി വന്നപ്പോൾ അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന പനീർ പീസസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഉപ്പുപൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും കൂടെ ചേർത്ത് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്നതാണ് പനീറാണ്. ഇത് 1 കപ്പ് പനീറുണ്ട്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗീയിലിട്ട് ഒന്ന് 2 വശവും ഒന്ന് ഫ്രൈ ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതായിപ്പോൾ പനീർ പീസസ് എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഗീ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരണം. ഇപ്പം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുള്ളൂ. ഇത് ഞാൻ ചെറിയൊരളവിലാണ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് റൈസിനുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. പച്ചമുളകിൻ്റെ പച്ചച്ചുവയൊന്ന് മാറി വരണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം പച്ചമുളകും ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. സവാളയൊക്കെ ഇപ്പോൾ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളി നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തതാണ്, അതും ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പില ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെ ചേർത്ത് കൊടുക്കാം. ഞാൻ ക്യാരറ്റും ബീൻസും ഒക്കെ ചേർത്ത് കൊടുക്കുവാണ്. കോളിഫ്ലവറോ എന്ത് വേണമെങ്കിലും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. 1 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചച്ചുവയൊന്ന് മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന പനീറിൻ്റെ നിന്ന് പകുതി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ബാക്കി പകുതി നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് എടുക്കാം. പനീറൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. വെള്ളത്തിൽ ഒരു ലേശം ഉപ്പ് കൂടി നിൽക്കണം, എന്നാലേ റൈസിലേക്ക് ഉപ്പ് പിടിക്കുകയുള്ളൂ. അപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റൈസ് അരമണിക്കൂർ സോക്ക് ചെയ്തതാണ്. കൈമ റൈസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഊറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം.
ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാഷ്യൂ പേസ്റ്റാണ്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് കുതിർത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുത്തതാണ്. 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അത് വെജിറ്റബിൾസ് ചേർക്കുന്ന സമയത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോഴാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ട് വരും നമ്മുടെ ബിരിയാണി. നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ബിരിയാണിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ട്. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ബാക്കിയിരുന്ന പനീറും കൂടെ ചേർത്ത് നമുക്ക് ബിരിയാണി ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യാം. ഇത് നോക്കിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെജ് ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കൻ ബിരിയാണീനെയൊക്കെ വെല്ലുന്ന ടേസ്റ്റാണ്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം കുക്കറിൽ തന്നെ. നമുക്ക് അടിപൊളി ടേസ്റ്റിയാണ്. എന്തായാലും തയ്യാറാക്കി നോക്കൂ, ഇഷ്ടമാകും. പപ്പടവും തൈരും ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ പോലും അടിപൊളി ടേസ്റ്റാണ്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. എന്തായാലും തയ്യാറാക്കി നോക്കൂ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.